അപ്പോൾ നമ്മൾ 4th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് എ പ്രോഗ്രാം ദാറ്റ് ചെക്ക് ഇഫ് എ നമ്പർ ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, അതായത് നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഒരു നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടണം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് പറഞ്ഞു തരണം. അപ്പം ഇവിടെ ഞാൻ നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. നം ഈസ് ഈക്വൽ ടു, അപ്പം നമ്പർ ആയിട്ട് നമ്മൾ ഇൻറ്റു കൊടുക്കണം, അതായത് ഇൻറ്റിജർ ആണ്. ഓക്കെ, ഇൻറ്റു input of enter a number, enter the number, double quotes inagathu enter the number എന്ന് കൊടുത്തു, സ്പേസ് കൊടുത്തേക്കണം. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണിത്. അത് കഴിഞ്ഞ് ഇഫ് NUM, അതായത് ആ കിട്ടിയേക്കുന്ന ഇൻപുട്ട് ലെസ് ദാൻ 0 ആണെങ്കിൽ, ലെസ് ദാൻ 0യേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും ഓട്ടോമാറ്റിക്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്പർ ലെസ് ദാൻ 0 ഇൻഡന്റേഷൻ ആണെങ്കിൽ പ്രിന്റ് ഓഫ്, എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ് ചെയ്യേണ്ടതെന്ന് the number is നെഗറ്റീവ് എന്ന് പ്രിന്റ് ആവും. ഓക്കെ, ഇതായിരിക്കും നമ്മൾ നെഗറ്റീവ് നമ്പർ കൊടുക്കുമ്പോൾ. ഇപ്പൊ നെഗറ്റീവ് നമ്പർ ആണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിച്ചു. അല്ലെങ്കിൽ എൽസ് എന്താണ് പ്രിന്റ് ഓഫ്, എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? The number is പോസിറ്റീവ്, അല്ലെങ്കിൽ ഇത് നമ്പർ പോസിറ്റീവ് ആണ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ റൺ ചെയ്ത് നോക്കാം. ഒരു നമ്പർ കൊടുക്കാം, 7 കൊടുക്കാം. നമ്പർ ഈസ് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി നമുക്കൊരു നെഗറ്റീവ് നമ്പർ കൊടുത്തു നോക്കാം, ഒരു -8. ഓക്കെ, ഇത് നമ്പർ ഈസ് നെഗറ്റീവ്. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ. ഓരോ കോഡിന്റെയും നമ്മൾ അതിന്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി പോയാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും.